ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഈ ഫ്ലവേഴ്സാണ് ഇന്നത്തെ ക്രാഫ്റ്റിലൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെയിൽ പോളിഷ് വേണം, അതുപോലെ തന്നെ ഒരു പെന്ന്, ഒരു സിസർ, അതുപോലെ ഫ്ലവറൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കമ്പി. അതിനുശേഷം ഞാനത് ഒരു പീസ് കമ്പി ഞാനിതുപോലെ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ ഫ്ലവറിന് എത്ര പെറ്റൽസ് വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ പെന്നിലേക്ക് അത് ചുറ്റി കൊടുക്കുകയാണ്. ഞാൻ 4 പെറ്റൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ചുറ്റിയതിന് ശേഷം ഈ പെറ്റൽസ് അടുപ്പിച്ച് പിടിച്ചിട്ട്, അതായത് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഈ കമ്പിയുടെ 2 അറ്റവും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഊരിയെടുക്കുക. എന്നിട്ട് ഈ പെറ്റൽസിൻ്റെ ഉള്ളിലൂടെ ആ കമ്പിയുടെ ഒരറ്റം അതിനുള്ളിലൂടെ കയറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ ആ 2 ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെറ്റൽസ് ആദ്യത്തെ 2 സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. ബാക്കി പെറ്റൽസും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കുക. റൗണ്ട് പെറ്റലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് നീളത്തിലുള്ള പെറ്റലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ പെറ്റലിൻ്റെ അറ്റം കുറച്ച് പുറത്തേക്കൊന്ന് വളച്ച് കൊടുക്കുക. കാരണം ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞിട്ടല്ലേ ഇരിക്കുക. കണ്ടോ? അപ്പം ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയിൽ പോളിഷാണ്. നെയിൽ പോളിഷ് ഇതുപോലെ ഞാനിതൊരു ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് അതിൽ ഉണങ്ങിയിരിക്കണതാണ് കേട്ടോ. നെയിൽ പോളിഷ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഡിഷിലേക്കോ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇത്തിരി പരന്നതായിപ്പോയി. ചെറിയൊരു കുഴിവുള്ള പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. ഒത്തിരി വലിയ പാത്രം ആവരുത്, ഏകദേശം ഇത്രയും വലിപ്പം മാത്രം മതി. അതിനുശേഷം ഞാനിങ്ങനെ ചരിച്ചാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്ലവർ ഇതിനകത്തേക്ക് ഇതുപോലെ നന്നായിട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് സൈഡ് ചരിച്ച് ഒന്ന് എടുക്കുക. അപ്പം ഇതുപോലെ ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇത് ടിക്ടോക്കിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. ടിക്ടോക്ക് ടെസ്റ്റിംഗ് വൈറൽ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് 5 minutes ക്രാഫ്റ്റിൻ്റെയും ടിക്ടോക്കിൻ്റെയും ഒക്കെ ഇങ്ങനെ ചെയ്ത് കാണിക്കാറുണ്ട്. എന്നിട്ട് അതിനകത്ത് ചെയ്തവരൊക്കെ പറഞ്ഞു അവർക്ക് ആർക്കും കിട്ടിയില്ലേ എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് നല്ല ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് 10 out of 0 5 out of 0 ഒക്കെയാണ് മിക്കവാറും എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ റെഡും ബ്ലൂവും 2 കളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ചിൽ, നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചിലേക്ക് ഒന്ന് നാട്ടി വെച്ചിട്ട്, സ്പോഞ്ചിലോ തെർമോക്കോളിലോ എവിടെയെങ്കിലുമൊക്കെ നാട്ടി വെച്ച് ഒന്ന് ഉണക്കുക. 1 മണിക്കൂർ മതി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. അങ്ങനെ ഉണക്കിയെടുക്കുക. കണ്ടോ? നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഉണക്കാൻ വെക്കുക, ഉണങ്ങുക എന്നല്ല. ഉണക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കെട്ടിയിട്ട് ചെറിയൊരു ട്യൂബിൻ്റെ മുകളിൽ ഞാൻ ഒരു പേപ്പർ ട്യൂബാണ് കേട്ടോ, അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു ഫ്ലവേഴ്സ് പോലെ ആക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ഫിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടോ? ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ മുകളിൽ കൂടി ഒരു ഫ്ലൈറ്റ് പോകണുണ്ടോ? അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സജഷൻ പോകത്തുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്ത് വെക്കുക. ബൈ.